നീതിയജ്ഞമല്ല തെണ്ടിത്തരം. നീതിയജ്ഞമല്ല തെണ്ടിത്തരം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരും ഏതാനും അൽമായ മുന്നേറ്റക്കാരും ചെയ്യുന്ന നീതിയജ്ഞം എന്ന പേരിൽ ചെയ്യുന്ന കൊടിയ അനീതി, ആ അനീതിയെ കണ്ടിൽ നിന്ന് വയ്ക്കുന്ന സഭാ നേതൃത്വത്തിൻ്റെ നിസ്സംഗത, ആണും പെണ്ണും കെട്ട അവസ്ഥ, എന്താണ് നാം ഇതിന് മറുപടി പറയുക? സീറോ മലബാർ സഭയിലെ 35 രൂപതകളിൽ 34 രൂപതകൾക്കും അനീതി എന്ന് തോന്നാത്ത കാര്യങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് മാത്രം അനീതിയായി മാറുന്നത് എങ്ങനെ? വിശുദ്ധ കുർബാനയുടെ ഏകീകരണം മറ്റെല്ലാ രൂപതകളിലും സമാധാനപരമായി നടപ്പിലായപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രം അതിനെ ആസൂത്രിതമായ ക്രമസമാധാന പ്രശ്നമായി വളർത്തിയതല്ലേ അനീതി? അതല്ലേ ശരിക്കും പറഞ്ഞാൽ തെണ്ടിത്തരം? ദേവാലയങ്ങളിലും പാതയോരങ്ങളിലും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കേന്ദ്രമായ സഭ ആസ്ഥാനത്തും വൈദിക വസ്ത്രവും ധരിച്ച് പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും സമരങ്ങളും നടത്തി, അതും ഹിംസാത്മകമായ രീതിയിൽ നടത്തി, സഭയുടെയും പൗരോഹിത്യത്തിൻ്റെയും അന്തസ്സും അഭിമാനവും ഇല്ലാതാക്കിയതും സഭയെ ഒരു കോമാളിയാക്കിയതുമല്ലേ അനീതി എന്ന് പറയുന്നത്? എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരുമല്ലേ കൊടിയ അനീതി ചെയ്യുന്നത്? സീറോ മലബാർ സഭയുടെ സിനഡ് അംഗീകരിച്ചതും തീരുമാനിച്ചതും മാർപ്പാപ്പ അംഗീകാരം നൽകിയതുമായ ഔദ്യോഗിക വിശുദ്ധ കുർബാന അർപ്പണത്തെ ചില സംഘടനകളെ കൂട്ടുപിടിച്ച് അക്രമം നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തി തടസ്സപ്പെടുത്തുന്നതല്ലേ അനീതി? മാർപ്പാപ്പയെയും പരിശുദ്ധ സിംഹാസനത്തെയും മെത്രാന്മാരുടെ സിനഡിനെയും ധിക്കരിക്കുന്നത് തങ്ങളുടെ ആത്മരക്ഷയെ അപകടത്തിലാക്കുമെന്ന് വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് വിശ്വാസികളെ ക്രമസമാധാനം തകരുമെന്ന് ഭീഷണിപ്പെടുത്തി നിശബ്ദരാക്കുന്നതും അവരുടെ ആധ്യാത്മിക കാര്യങ്ങൾ നടത്തിക്കൊടുക്കാതെ നട്ടം ചുറ്റിക്കുന്നതുമല്ലേ കൊടിയ അനീതി? ഞായറാഴ്ചകളിലും കടമുള്ള തിരുനാളുകളിലും ഏകീകൃത കുർബാന ഒന്നെങ്കിലും ചൊല്ലണമെന്ന്, അങ്ങനെ കുർബാന അർപ്പിച്ച് അനുരഞ്ജനത്തിന്റെ പാത തുറക്കാമെന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് പകുതിയിലധികം ഇടവക ദേവാലയങ്ങളിലും ജനാഭിമുഖ കുർബാന തന്നെ തുടർന്ന് മേൽപ്പട്ടക്കാരെയും വിശ്വാസികളെയും കബളിപ്പിച്ചതല്ലേ അനീതി? ഈ കബളിപ്പിക്കൽ തുടങ്ങിയത് 1962 മുതൽ പാറേക്കട്ടിൽ പിതാവിൻ്റെ കാലം മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടക്കുന്നതല്ലേ? ഇതിനേക്കാൾ കൊടിയ അനീതിയുണ്ടോ? ഇതിനേക്കാൾ വലിയ തെണ്ടിത്തരമുണ്ടോ? ഇടവകകളിൽ നിലവിലുള്ള സമയക്രമം അനുസരിച്ച് ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കാതെ പങ്കെടുക്കാൻ താല്പര്യമുള്ള വിശ്വാസികൾക്ക് അസൗകര്യമാകും വിധം ഉച്ചയ്ക്കും രാത്രിയിലും മുൻകൂട്ടി അറിയിക്കാതെയും വിശുദ്ധ കുർബാനയർപ്പണത്തെ പ്രഹസനമാക്കി കർത്താവിന് വെല്ലുവിളിക്കുന്നതല്ലേ കൊടിയ അനീതി?
കർത്താവിന്റെ ക്ഷമയെ വെല്ലുവിളിക്കുന്ന കലഹപ്രിയരായ വിമത വൈദികരെ, അൽമായ മുന്നേറ്റക്കാരെ, നിങ്ങൾക്ക് ദുരിതം. എന്നിട്ട് ഏകീകൃത കുർബാനയ്ക്ക് ആളില്ല എന്ന് മീഡിയകൾ വഴി, സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ച് കർത്താവിനെതിരെ, കർത്താവിന്റെ സഭയ്ക്കെതിരെ, മാർപ്പാപ്പയ്ക്കെതിരെ, മെത്രാന്മാർക്കെതിരെ, സിനഡിനെതിരെ നിലപാടെടുക്കുന്നതല്ലേ കൊടിയ വഞ്ചന. ഇതിന് അനീതി എന്ന് വിളിച്ചാൽ പോരാ, കൊടിയ വഞ്ചനയാണിത്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കത്ത് അദ്ദേഹത്തിൻ്റെതല്ലെന്നും നൽകപ്പെട്ട വീഡിയോ സന്ദേശം അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് നിർമ്മിച്ചതാണെന്നുമുള്ള ബാലിശമായ വാദഗതികൾ ഉന്നയിച്ച് പരിശുദ്ധ സിംഹാസനത്തെ പോലും സംശയ നിഴലാക്കുന്ന, ആടിനെ പട്ടിയാക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരെ, അൽമായ മുന്നേറ്റക്കാരെ, കർത്താവിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയില്ല. ഈ കൊടിയ വഞ്ചനയും ചതിയും അനീതിയും കബളിപ്പിക്കലും വലിയ ശാപം വരുത്തിവെക്കും. കർത്താവിനെ കാണാൻ കണ്ണുണ്ടോ, കർത്താവിനെ കേൾക്കാൻ കാതുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളെ പോലെ നിങ്ങൾ തരം താഴരുത്. സഭാ നിയമങ്ങൾ ലംഘിക്കാൻ ഡീക്കന്മാരെ പ്രേരിപ്പിക്കുകയും അതുവഴി അവരുടെ കുടുംബങ്ങളെ വിഷമത്തിലാക്കുകയും ചെയ്യുന്ന കൊടിയ വഞ്ചനയല്ലേ അനീതി? മാർപ്പാപ്പയുടെയും മെത്രാന്മാരുടെ സിനഡിന്റെയും കൽപ്പനകളെ പരസ്യമായി ധിക്കരിച്ചിട്ട് മാർപ്പാപ്പയോടൊപ്പമാണെന്ന് കപടമായി പ്രചരിപ്പിച്ച് അദ്ദേഹത്തെ പരിഹസിക്കുക, എന്നിട്ട് മാർപ്പാപ്പയുടെ കീഴിൽ തന്നെ ഞങ്ങൾക്കൊരു സ്വതന്ത്ര സഭ വേണമെന്ന് ആവശ്യപ്പെടുക. എന്തൊരു ഉളുപ്പില്ലായ്മയാണിത്! കൊടിയ വഞ്ചനയാണിത്, കൊടിയ അനീതിയാണിത്, അധർമ്മമാണിത്. അതീവ ആദരവോടെ കരുതേണ്ട അതിരൂപത അധ്യക്ഷന്റെ ഭവനവും കാര്യാലയവും കയ്യേറി സമരാഭാസങ്ങൾ നടത്താൻ വിശ്വാസികളായ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും നിർബന്ധിക്കുന്നത് അനീതി മാത്രമല്ല, അത് മനുഷ്യാവകാശ ലംഘനവുമാണ്. മനുഷ്യാവകാശ ലംഘനം. അതിനാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരെ ഒരു കാരണവശാലും പിന്തുണയ്ക്കാൻ വിശ്വാസികൾ, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിശ്വാസികൾ തയ്യാറാകരുത്. ഇതൊരു പീഡനത്തിന്റെ കാലമാണ്, കുരിശിന്റെ വഴിയുടെ കാലമാണ്. പക്ഷേ ഉയർത്തെഴുന്നേൽപ്പ് ഇതാ വരാൻ ഇരിക്കുന്നു. അതിനാൽ പീഡനങ്ങളുടെ കാലത്ത് അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കുമെന്ന കർത്താവിന്റെ വാക്കുകളിൽ വിശ്വസിച്ചുകൊണ്ട് ഇതാ തേജസ്സിന്റെ കാലം വരുന്നു, ഉയർത്തെഴുന്നേൽപ്പിന്റെ കാലം വരുന്നു എന്ന പ്രത്യാശയിൽ ഈ പൈശാചിക തന്ത്രങ്ങളോട് പൊരുതാൻ, കർത്താവിന്റെ ആത്മാവിന്റെ ആയുധങ്ങൾ എടുക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായ വിശ്വാസികളോട് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.